നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇടിയിറച്ചി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായുള്ള ഇറച്ചി നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിലിടാം. അപ്പോൾ എനിക്ക് വന്നിട്ട് ഇങ്ങനെ പിച്ചി ചീന്തിയ രീതിയിൽ കിട്ടിയ ഒരു പാക്കറ്റ് ഇറച്ചിയാണ്. അപ്പോൾ നോർമലി ഇടിയിറച്ചി ചിലപ്പം പീസായിട്ടായിരിക്കും മിക്കവർക്കും കിട്ടുക. പീസായിട്ട് കിട്ടിയാലും ഇങ്ങനെ പിച്ചി ചീന്തിയ രീതിയിൽ കിട്ടിയാലും നമ്മളത് 1 മണിക്കൂർ 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിരണം. നോർമൽ വാട്ടർ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഇറച്ചി ഒരു ബൗളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിരാൻ വേണ്ടി ഇടാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് ഇങ്ങനെ പിച്ചി ചീന്തിയ ഭാഗത്ത് കിട്ടിയത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കുക്ക് ചെയ്യാൻ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് പീസായിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു കല്ലിൽ വെച്ചൊന്ന് ഇടിച്ചെടുക്കണം. ഇടിച്ചെടുത്തതിന് ശേഷം അപ്പം ഇടിച്ചെടുക്കുമ്പോൾ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ പിച്ചി ചീന്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ പിച്ചി ചീന്തി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഓൾറെഡി എനിക്ക് പിച്ചി ചീന്തിയ രീതിയിൽ തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഉണക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലാത്തവർ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളറിയാം ഉണക്കിയ ഇറച്ചി മിക്കവാറും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്താണ് ഉണക്കിയെടുക്കാറുള്ളത്. ഇത് ഞാൻ ഉണക്കിയെടുത്തതല്ല, എനിക്കല്ലാതെ മേടിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ മേടിക്കാനൊക്കെ മാർക്കറ്റിലൊക്കെ കിട്ടും. അതുപോലെ കുക്ക് ചെയ്ത ഫോമിലും നമുക്ക് ഇടിയിറച്ചി ഇപ്പോൾ ലഭ്യമാണ് കേട്ടോ മാർക്കറ്റിലൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇറച്ചി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചെറുള്ളി ഞാൻ മിക്സിയുടെ ഗ്രൈൻഡറിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തായിട്ടും ചെറുതായിട്ട് വേണേൽ അരിഞ്ഞെടുക്കുകയും ചെയ്യാം. എന്തായാലും ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം ചെറിയ ഉള്ളി ചതച്ച അതേ ജാറിൽ തന്നെ നമ്മുടെ കുതിർന്ന ഇറച്ചി പിച്ചി ചീന്തിയ രൂപത്തിൽ കിട്ടിയ ഇറച്ചി ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ചതച്ച് അതെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിയാകണ്ട, നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഇറച്ചി കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ പീസായിട്ട് കിട്ടുന്ന ഇറച്ചി നിങ്ങൾക്ക് പിച്ചി ചീന്തി എടുത്തതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിൽ ഒന്ന് ഇടിച്ചിക്കാമെങ്കിൽ ഇതേപോലെ കിട്ടും. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ഇറച്ചി റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലും മറ്റു ഓയിലും ഇതിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ഞാനൊന്ന് ചതച്ച് വെച്ച ചെറിയുള്ളി ഇതിനകത്ത് ഇട്ടേക്കാണ്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളി ചതയ്ക്കുന്നതിന് പകരം വേണം ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ചതയ്ക്കുകയും അരിയുകയൊക്കെ ചെയ്യണത്. പിന്നെ നമ്മുടെ ഇടിയിറച്ചി ആയതുകൊണ്ട് നമുക്ക് വേറെ നമ്മൾ നോർമൽ ഇറച്ചിക്കറി കിടക്കുന്ന പോലെ പീസായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല ഉള്ളി. അതുകൊണ്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കുകയും ചതച്ചെടുക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചതച്ച് വേണേലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ ചെറിയുള്ളി നന്നായി മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. നോർമലി ഇടിയിറച്ചി ഉണ്ടാക്കുമ്പം അത് ഉണക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർക്കുക. ചിലവരും മുളക് പൊടിയും കൂടെ ചേർക്കുമായിരിക്കും. എന്തായാലും നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുകയാണ്. പിന്നെ എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ്, ഭയങ്കര എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ കുരുമുളക് പൊടിയും വേറെ ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്നിൻ്റെ ആ മണം മാറുന്ന വരെ ഒന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ ഇടിച്ച് നമ്മുടെ മിക്സർ ജാറിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഇറച്ചി പൊടിച്ച് നന്നായിട്ട് കല്ലേത്തരം നിങ്ങൾക്ക് ഇതുപോലെ പൊടിച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മിക്സർ ജാറിൽ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇറച്ചി ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇടിയിറച്ചി ഉണങ്ങിയിരിക്കുമ്പം ക്വാണ്ടിറ്റി കുറവായിരിക്കും. അത് കുതിർത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇറച്ചി നിങ്ങൾക്ക് കുതിർത്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇറച്ചി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, നമ്മൾ ചിലവർക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഇറച്ചിയായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉള്ളി വഴറ്റുന്ന സമയത്തും കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഈ സമയത്ത് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇറച്ചിക്ക് ഉപ്പുണ്ടെങ്കിൽ അല്പം ഉപ്പ് കുറവാണ്. ഞാൻ വഴറ്റിയപ്പോൾ ഉള്ളിക്ക് ഇച്ചിരി ഉപ്പിട്ടെങ്കിലും ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിയിറച്ചി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്നതിന് സമയത്ത് അതിന് ഇത്ര സമയം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു പൊടിയായിട്ടുള്ള ഇറച്ചി പീസ് ആയതുകൊണ്ട്
പെട്ടെന്ന് കുക്ക് ചെയ്ത് വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ല പെട്ടെന്ന് അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട്. ഒത്തിരി നേരം കുക്ക് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇത് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കരിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കാമെങ്കിൽ തീ ഓഫ് ചെയ്ത് അങ്ങനെ വെക്കാമെങ്കിൽ കുറച്ചുകൂടി നല്ല മണം തോന്നി നിൽക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിലൂടെ ഒക്കെ കഴിക്കാറുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ചപ്പാത്തിലൂടെ കഴിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇത് വിളമ്പാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.